ആരാ ചോദിച്ചത് ഇത് ഹറമല്ലേന്ന്? ഇത് ഹറം തന്നെയാണ്. അപ്പം നബിയിൽ ചോദിക്കുന്നുണ്ട്, ഹറമാണെങ്കിൽ അപ്പം നല്ല സുഖമാണല്ലോ, ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരുപാട് പ്രതിഫലം ഉണ്ടല്ലോ, ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ നല്ല സുഖമാണല്ലോ, എത്രയോ പ്രതിഫലം എത്രയോ ഇരട്ടി കിട്ടൂലേന്ന്. അപ്പം അത് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു ചരിത്രം ഓർമ്മ വന്നത് പറയാം. നമ്മൾ ത്വായിഫിൽ പോയല്ലോ, ത്വായിഫിൽ ഒരു സ്വഹാബിയെ നമ്മൾ സിയാറത്ത് ചെയ്തു, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. വലിയ സ്വഹാബികളുടെ കൂട്ടത്തിൽ തന്നെ സ്വഹാബികൾ സംശയം ചോദിക്കാറുള്ള മഹാപണ്ഡിതൻ, റഈസുൽ മുഫസ്സിരീങ്ങളുടെ നേതാവാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, റസൂൽ തങ്ങൾ ദുആ ചെയ്ത് കൊടുത്ത സ്വഹാബികളിലെ പണ്ഡിതൻ, വലിയ മഹാനാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ. അവരുടെ മക്ബറ നമ്മൾ എവിടെ സന്ദർശിച്ചത്? ത്വായിഫിൽ, ഹറമിൻ്റെ പരിധിക്ക് പുറത്ത്. അവർ അവിടെ പോയി താമസിച്ച് അവിടെ തന്നെ എന്ത് ചെയ്തു? വഫാത്തായി. അവരുടെ പള്ളിയും മക്ബറയും ഖബറും വീടും എല്ലാം ത്വായിഫിൽ തന്നെയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട് ഇതേ ചോദ്യം. ബഹുമാനമുള്ളവരെ, ഹറമിൽ ഇത്രയധികം പ്രതിഫലം ഉണ്ടല്ലോ ഹറമിൽ, എന്നിട്ട് അവിടുന്ന് എന്തിനാണ് ഹറമിലെ വീട് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തത്? ത്വായിഫിൽ വന്ന് താമസിക്കേണ്ടത്. ഹറമിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഹറമിൽ നിന്ന് മാറി അവർ ത്വായിഫിലേക്ക് താമസം മാറ്റിയത് എന്തിനാണ്? അപ്പോൾ ഇത്രയും പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടല്ലേ? ഹറമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ആ സുബ്ഹാനല്ലാഹ്ക്ക് 10 പ്രതിഫലം തന്നെ ഉള്ളൂ. ഒരു സുബ്ഹാനല്ലാഹ്, ഒരു നന്മക്ക് 10 നന്മ. പക്ഷെ ഹറമിലേക്ക് ഇങ്ങോട്ട് കയറിയാലോ ഒന്നിന് 70,000 1,00,000 കൂടിക്കോണം. അപ്പോൾ എന്തിനാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ത്വായിഫിലേക്ക് മാറിയെന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ പറയാ അതുപോലെ തന്നെയാണ് എന്ത് തെറ്റുകളുടെ കാര്യം. അതീവ ഗൗരവവും കാഠിന്യം നിറഞ്ഞതാണ്. ഹറമിൽ വെച്ചിട്ടൊരു തെറ്റ് ചെയ്താൽ അത് മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യുന്ന സമയത്തുള്ള തെറ്റ് പോലെയല്ല. അള്ളാഹു പെട്ടെന്ന് കോപിക്കും. അള്ളാഹു ഇഷ്ടക്കേട് പെട്ടെന്ന് വരും. അപ്പോൾ ഞാൻ അത് ഭയപ്പെടുന്നു. എന്തെങ്കിലും അതുപകേടുകൾ നമ്മളിൽ നിന്ന് വന്നു പോകുമോ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അതുപകേടുകൾ അറിയാതെ എങ്ങാനും വന്നു പോകുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് ഹറമീന്ന് താമസം മാറിയത് എന്ന്. അപ്പോൾ കൂലി കിട്ടൽ മാത്രമല്ല, അതനുസരിച്ച് തന്നെ അതിന് ഗൗരവമുണ്ട്, ശിക്ഷക്ക് കാഠിന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളൊക്കെ മാറി താമസിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ആളുകൾ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടെ ജീവിക്കണം. അല്ലെങ്കിൽ അതുപകേട് സംഭവിച്ചാൽ അത് അതിലേറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മഹാനവങ്ങളൊക്കെ മാറി താമസിച്ചത് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തആല നമുക്ക് അദബ് പാലിച്ച് ജീവിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുകൊണ്ടാണ് നമ്മൾ വന്നു പോവുക. സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ വളരെ അദബിലല്ലെങ്കിൽ അത് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുക. അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.